ഇന്ന് കിടുക്കാച്ചി ദോശയും ദോശയുടെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സോയയാണ് കേട്ടോ. സോയാബീൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനൊരു ചാനലിൽ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും ഓരോ കഷ്ണം വായിലിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ചേട്ടന് സോയാബീൻ എന്ന് വെച്ചാൽ ഇഷ്ടമേ അല്ല, കണ്ടുകൂടാ. പക്ഷേ ഇന്ന് മൊത്തം കഴിച്ചിട്ടാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് വറ്റൽ മുളക് നല്ലതുപോലെ വറുത്തെടുക്കുക. ആ എണ്ണയിൽ തന്നെ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത്, പിന്നെ കറുവാപ്പട്ട, പെരുംജീരകം, ഏലയ്ക്ക, ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് സവാള നല്ലതുപോലെ ഇട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഇതെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ പൊടികൾ ചേർക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ച പൊടി എല്ലാം കൂടി ഇട്ടിട്ട്, പിന്നെ നമ്മൾ നേരത്തെ വറുത്തില്ലേ മുളക്, അതും കൂടെ അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോഴത്തേക്ക് ചൂടുവെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് സോയാബീനും കൂടി ഇട്ട് ഉപ്പും തക്കാളിയും എല്ലാം കൂടെ മേളിലിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കണം. എൻ്റെ അമ്മയെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം. നമുക്കിതിന് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട, കുറേ കറിവേപ്പില ഇട്ട് കേട്ടോ.